ഇന്ന് പേപ്പർ കൊണ്ടായാലോ നമ്മുടെ പരിപാടി? എന്നാ വാ. ആദ്യം തന്നെ ഇതുപോലെ 3 റൗണ്ടിൽ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ റൗണ്ടിന്റെ പകുതി ഭാഗം വരെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നീളത്തിലുള്ള പേപ്പറും കൂടി എടുക്കാം. അങ്ങനെ ആ പേപ്പറിന്റെ സൈഡ് മുഴുവൻ ഇതുപോലെ കൂടി ഒന്ന് വെട്ടിക്കൊടുക്കണം. 2 സൈഡും വെട്ടണേ. അങ്ങനെ 2 സൈഡും ഇതുപോലെ വെട്ടിക്കഴിയുമ്പോൾ ആ പേപ്പറിന് അത്യാവശ്യം കട്ട് കിട്ടാൻ അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ റൗണ്ട് പേപ്പറും നീളത്തിലുള്ള പേപ്പറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. സംഭവം ഇതുപോലെ ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നീളത്തിലുള്ള പേപ്പറിന്റെ സൈഡ് മൊത്തം അതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ചെയ്യണേ. 2 സൈഡും ഒട്ടിച്ച് കഴിയുമ്പോൾ ബാലൻസ് കുറച്ച് ബ്ലാക്ക് പേപ്പർ ഇതുപോലെ പൊങ്ങി നിൽക്കും. അത് രണ്ടും ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ 3ാമത്തെ റൗണ്ട് ഷീറ്റ് എടുത്ത് നേരത്തെ റെഡിയാക്കിയതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കയറുന്ന ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് അളവെടുത്ത് വെച്ച് അതും കൂടി ഒന്ന് മടക്കി കൊടുത്തേക്ക്. ഇനി ആ മടക്കിയ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ ബാലൻസ് പൊങ്ങി നിൽക്കുന്ന ആ റൗണ്ടില്ലേ, അതുകൂടി വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. സംഭവം ഇതുപോലെ കിട്ടണം. പിന്നെ ഫുള്ള് ബ്ലാക്കായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് സംഭവം ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് മാത്രം നമ്മൾ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ഓല കൊണ്ട് പാമ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ പേപ്പർ കൊണ്ടും കൂടി ഒരെണ്ണം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഓലപ്പാമ്പല്ല, നമ്മുടെ പേപ്പർ പാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പേപ്പർ പാമ്പും നേരത്തെ റെഡിയാക്കിയ സംഭവം കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അതിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു മോഡിഫിക്കേഷന് വേണ്ടി നമ്മളൊരു കുഞ്ഞു ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പേപ്പർ കൊണ്ടുള്ള സ്ലിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുതിയ ബാഗെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ചെക്കൻ ഷോപ്പിംഗ് ഒന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻ്റൊക്കെ ഇട്ടേക്ക്. അപ്പോൾ ഇനി പിന്നെ കാണാം. ബായ്.